ഹലോ നമസ്കാരം. എല്ലാവർക്കും പാലക്കാടിലെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കുടുത്തലിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ്, ജനകീയമായിട്ടുള്ള നേതാവാണ്, നല്ല നേതാവുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നേതാവുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ലൈംഗിക ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമുള്ള കേസ് തന്നെയായിരിക്കും. ഇതൊക്കെ കള്ളക്കേസാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കേസിൻ്റെ ഒക്കെ സ്പിരിറ്റ് എന്ന് പറയുന്നത് മറ്റു തരത്തിലാണ്. ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും തമ്മിൽ ഒരു പരസ്പര സമ്മതത്തോടു കൂടി അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പിന്നീട് അവർ തെറ്റിയാണ്ട് രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതൊന്നും ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ നിലപാട്. നിങ്ങളുടെ നിലപാട് വ്യത്യസ്തമായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സുധാകരൻ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസിന് ഇറങ്ങുന്നുണ്ട്. കോൺഗ്രസിന് വോട്ട് ചോദിച്ച് അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില നേതാക്കന്മാർ രാഹുലിനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ നമ്മുടെ മുരളീധരനെ, സതീശനെ പോലുള്ള ആളുകളൊക്കെ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് സുധാകരൻ്റെ കളിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. സുധാകരന് രാഹുലിനെയും ഷാഫി പറമ്പിനെയും ഒപ്പം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.